നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്ന കടമ്പയാണ് പോലീസിന് മുന്നിലുള്ളത്. അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്? ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്നത്, അതായത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു കടമ്പ പോലീസിന് മുന്നിലുണ്ട്. അപ്പോൾ എന്തൊക്കെ നടപടികളാണ് മുന്നിലുള്ളത്? ഇപ്പോൾ കൂട്ടക്കൊലപാതക കേസിൽ സൈബർ തെളിവുകളുടെ വിശദ പരിശോധനയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ നടപടിയൊക്കെ. അഫാന്റെയും മാതാവ് ഷെമിയുടെയും വാട്സാപ്പ് സന്ദേശങ്ങൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. കാരണം ഇവർ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ച സന്ദേശങ്ങളൊക്കെ പരിശോധിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ഇവർ ഇത്തരത്തിൽ പല പൈസയുടെ ഇടപാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധുക്കൾക്കായിരുന്നാലും സുഹൃത്തുക്കൾക്കായിരുന്നാലും ഇത് സംബന്ധിച്ച് സന്ദേശങ്ങൾ എന്തെങ്കിലും അയക്കും. തങ്ങൾ ഇത്തരത്തിൽ ഭയങ്കര കടക്കണിയിലാണെന്നോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇത്ര രൂപ ആവശ്യമാണെന്നോ അതല്ല മറ്റെന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ഭയപ്പെടുത്തുകയാണോ, ആരെങ്കിലും ടോർച്ചർ ചെയ്യുകയാണോ, ഇതൊക്കെ സംബന്ധിച്ച് പല വിവരങ്ങളും ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും ഒക്കെ പങ്കുവെക്കും. അതല്ല ഈ പറയുന്ന ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഇവർ ഭീഷണി മുഴക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ സന്ദേശം അയച്ചിട്ടുണ്ടോ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പോലീസിന് ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ ഇവർ ആർക്കെങ്കിലുമൊക്കെ അയച്ച സന്ദേശങ്ങളൊക്കെ വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന് നീക്കം എന്ന് പറയുന്നത്. കൂടാതെ ഈ അഫാനും ഈ കൊല്ലപ്പെട്ട പെൺസുഹൃത്ത് ഫർസാനയും കൂടെ ഇരുവരും വാട്സാപ്പിൽ സന്ദേശങ്ങളൊക്കെ അയച്ചിരുന്നു. ഇതൊക്കെ പോലീസ് വീണ്ടെടുത്തിരുന്നു. ഇതിൽ കൊലപാതക സൂചനകൾ സന്ദേശങ്ങളൊന്നും ഇല്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഈ സാമ്പത്തിക കാര്യങ്ങളും പിന്നെ ഇരുവരും ഒന്നിച്ചുള്ള യാത്രകൾ ചെയ്ത ഇടങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇരുവരും സന്ദേശങ്ങളൊക്കെ കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഈ സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം കൊലപാതകങ്ങൾക്ക് ദൃക്സാക്ഷികളില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സാഹചര്യ തെളിവുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ കുറ്റപത്രം തയ്യാറാക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫർസാനയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പുതിയ വിവരങ്ങളൊക്കെ വന്നിട്ടില്ല. എന്തായിരുന്നു അത്? ഫർസാനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ഫർസാനയുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ യാത്ര ചെയ്ത ഇടങ്ങളും പൈസ സംബന്ധമായിട്ടുള്ള ചാറ്റുകൾ മാത്രമാണ് അഫാന്റെയും ഫർസാനയുടെയും കാര്യത്തിലുള്ളത്. അല്ലാതെ കൊലപാതക സൂചന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചാറ്റുകളോ അത്തരത്തിലൊന്നും ഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള ഒരു ചാറ്റുകളും ഒന്നും ഇരുവരിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. നോർമലി ഉള്ള ഒരു ടോക്കാണ്. ഇവർ പലയിടത്തും യാത്രകൾ ചെയ്തിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇവരുടെ വാട്സാപ്പ് ചാറ്റിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അല്ലേ? എന്താണ് വിവരങ്ങൾ? എന്തൊക്കെയാണ്? അതെ, അഫാൻ ഇപ്പോൾ ജയിലിൽ നല്ല നടപ്പാണ്. കാരണം അഫാൻ ഇപ്പോൾ ആത്മഹത്യാ പ്രവണതയൊന്നുമില്ല എന്നാണ് അധികൃതർ പറയുന്നത്. കാരണം തുടക്കത്തിലൊക്കെ ആത്മഹത്യ ചെയ്യും, തനിക്ക് ജീവിക്കേണ്ട എന്നൊക്കെ പലതരത്തിലൊക്കെ അഫാൻ ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ഇത് കാരണം അടുത്ത ഉദ്യോഗസ്ഥരൊക്കെ അലേർട്ടായിരുന്നു. കാരണം പ്രത്യേക സെല്ലിലേക്ക് ആക്കുന്നു, ഒപ്പം പോലീസിന്റെ ഒരാളെ ഏർപ്പാടാക്കുന്നു, എന്തെങ്കിലും തരത്തിൽ നീക്കം അഫാൻ നടത്തുകയാണെങ്കിൽ അതൊക്കെ അറിയിക്കാനായിട്ട്. പക്ഷേ അത്തരത്തിലൊന്നും ഇപ്പോൾ പ്രതിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല, ആത്മഹത്യാ പ്രവണത ഒന്നും കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. കൂടാതെ മാതാപിതാക്കളെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. താൻ ചെയ്തത് തെറ്റാണ്, പാപമാണ്, അഫാൻ ഇതൊക്കെ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അവസാനഘട്ട തെളിവെടുപ്പിനും ജയിലിൽ അതൊക്കെ കഴിഞ്ഞ ശേഷം ജയിലിൽ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുകയാണ് അഫാനെ. ഇപ്പൊ തോന്നിയ ഈ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാപമാണ്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന കാര്യം നേരത്തെ തോന്നിയിരുന്നുവെങ്കിൽ അല്ലേ? ഒരുപാട് കൊലപാതകങ്ങൾക്ക് മുൻപ് അഫാന് തോന്നിയിരുന്നുവെങ്കിൽ താൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു മഹാപരാധമാണ് എന്ന് കൊലപാതകങ്ങൾക്ക് മുമ്പ് തോന്നിയിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതകങ്ങൾ തന്നെ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം കാണിക്കാത്തത് കൊണ്ടാണ്. അത് മാത്രമാണെന്ന് നമുക്കറിയില്ല. അത്തരത്തിലൊരു പ്രവണത കാണിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു കൂട്ടക്കൊലപാതകം നടത്തി ഇപ്പോൾ അവസാനമായി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥയും, ഉമ്മ ശാരീരികമായും മാനസികമായും തളർന്നുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുകയും വാപ്പ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്തത്. ഇപ്പോൾ ശാന്തനാണ് പ്രതി എങ്കിൽ പോലും ബ്ലോക്കിലെ നിരീക്ഷണം ശക്തമാണ്. അപ്പോൾ ഇപ്പോൾ ശേഖരിച്ച തെളിവുകളും പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന വിശദാംശങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നത്. കോടതിക്ക് കുറ്റപത്രത്തിൽ പ്രതി എന്തൊക്കെ തരത്തിലാണ് പൈശാചികമായ രീതിയിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, എന്താണ് പ്രതിയിൽ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്, പ്രതിക്കെതിരെ എന്തൊക്കെ തെളിവുകളാണ് ഉള്ളത്, അത്തരത്തിലുള്ള പല വിശദാംശങ്ങൾ തിരിച്ചറിയാനായിട്ട് ഈ ഒരു കുറ്റപത്രം നിർണായകമാണ്. കൂടാതെ 90 ദിവസത്തിനകമാണ് ഈ
കുറ്റപത്രം സമർപ്പിക്കപ്പെടേണ്ടത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാ തെളിവുകളും ശേഖരിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും മൊഴികളും ഷെമിയുടെയും അഫാന്റെയും മൊഴികളും ഒക്കെ ഇതിൽ നിർണായകമായി മാറും. കാരണം ചില രാസപരിശോധന ഫലങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഇതൊക്കെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിൽ ഇതൊക്കെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം തെളിവുകളൊക്കെ കോടതിയിൽ എത്തുമ്പോൾ അത് നിർണായകമാണ്. മാത്രമല്ല, ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രധാനമായി അന്വേഷിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ, മൂന്നാമതൊരാളുണ്ടോ, ഭാഗ്യസമ്മർദ്ദങ്ങളുണ്ടോ, അഫാൻ പെട്ടെന്ന് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടാൻ പിന്നിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെമിയുടെ മൊഴി വരേണ്ടതായിട്ടുണ്ട്. ഷെമി കുറെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അല്ല, ഇതിൽ മൊഴികളിൽ ചെറിയൊരു പൊരുത്തക്കേട് ഉള്ളത് കൊണ്ട് ചില മൊഴികളും ഫോൺ വിവരങ്ങളും ഒക്കെ ചില പൊരുത്തക്കേടുകൾ തോന്നുന്നുണ്ട്. ഈ കൊലപാതകത്തിന് മറ്റു പല കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു ചെറിയ പൊരുത്തക്കേടുണ്ട്. അപ്പൊ ആ പൊരുത്തക്കേടുകളൊക്കെ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് പോലീസിന് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. മൊഴികളുടെ പൊരുത്തക്കേട് തുടക്കം മുതലേ ഉള്ളതാണ് അല്ലേ? പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട് എത്രയും രൂപയുടെ കടമുണ്ടെന്ന് ഇവിടെ ഷെമിയും അഫാനും പറയുന്നു, തനിക്കറിയില്ലെന്ന് അബ്ദുൾ റഹീം പറയുന്നു. അപ്പോൾ മൊഴികളുടെ പൊരുത്തക്കേട് തുടക്കം മുതലേ ഉള്ള കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തതയൊക്കെ ഇനി വരേണ്ടതായിട്ടുണ്ട്. ഇനി കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് പോലീസ് പറയുക, കുറ്റപത്രത്തിൽ എന്തൊക്കെ എല്ലാം വിശദമായിട്ട് തന്നെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇനി കുറ്റപത്രത്തിനായിട്ട് കാത്തിരിക്കാം അല്ലേ, അതിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ളത്. അതെ, നിലവിൽ എന്തായാലും അഫാന്റെ ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് വലിയൊരു ബാധ്യതയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇരുവരും കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഈ കൃത്യം നടക്കുന്നതിന്റെ ദിവസം പോലും തലേ ദിവസം പോലും ഫർസാനയുടെ കയ്യിൽ നിന്നാണ് 200 രൂപ വാങ്ങിയത്. അതിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു, 100 രൂപയ്ക്ക് ഇരുവരും കൂടെ ദോശ വാങ്ങി കഴിക്കുന്നു. കാരണം ആ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അഫ്സാന് ഫുഡൊക്കെ ഉണ്ടാക്കി സ്കൂളിലേക്ക് പറഞ്ഞിച്ചു വിട്ടത്. അപ്പൊ അത്രത്തോളം ദാരിദ്ര്യപരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴും ഇവരുടെ മൊഴികളിലെ ചില പൊരുത്തക്കേടുകളാണ് പോലീസിനെ വലയ്ക്കുന്നത്. അപ്പൊ അതില് ഈ ചില കോളുകളും അതിൽ പല കൃത്യതകളും പോലീസിന് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അഫാൻ ഇപ്പൊ നല്ല നടത്തിപ്പാണെങ്കിലും റഹീം ഒരിക്കലും അഫാനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. അത്തരത്തിൽ പല വാർത്തകളൊക്കെ വന്നിരുന്നുവെങ്കിലും, ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നെങ്കിലും അതിൽ ഒരിക്കലും ഒരു സത്യാവസ്ഥ ഇല്ല. റഹീം ഒരിക്കലും മകനെ കാണില്ല എന്ന് തന്നെയാണ് പറയുന്നത്. തനിക്ക് മകനെ കാണാൻ ആഗ്രഹമില്ല. ഷെമി പറഞ്ഞാൽ പോലും താൻ അത്തരത്തിൽ മുതിരില്ല. മറ്റു പല രീതികൾ കാണണമെങ്കിൽ കണ്ടോട്ടെ, പക്ഷെ താൻ കാരണം ഒരിക്കൽ ഷെമിയും അഫാനെ കാണില്ല എന്ന് തന്നെയാണ് റഹീം ആവർത്തിച്ചു പറയുന്നത്. ഇനി ഈ അഫാൻ ഈ കോടതിയിൽ കേസ് എത്തുമ്പോൾ തീർച്ചയായിട്ടും അഫാന് വേണ്ടി വാദിക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ആളൂർ എത്തുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അല്ലേ? ആളൂര് അഫാനെ രക്ഷിക്കാൻ ഇറങ്ങുമോ എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. സാധാരണ ആളൂരാണ് എത്തരത്തിൽ എന്തെങ്കിലും കൊലപാതകമൊക്കെ നടക്കുമ്പോൾ അത് ഞാൻ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് ആളൂർ എത്താറുണ്ട്. പക്ഷെ ഇപ്പോ ആളൂരിനെ പോലും കാണാനില്ല അത്തരത്തില്. പക്ഷെ അങ്ങനത്തെ നീക്കം പക്ഷെ അഫാന് വേണ്ടിയിട്ട് വാദിക്കാൻ ആളെ ഇറക്കണം അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരാൻ ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ ഒരു സാധ്യതയും കാണുന്നില്ല. പോലീസിന് എന്തായാലും മതിയായ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന ഒരു അവസ്ഥ വരെ വരാം. കാരണം 90 ദിവസത്തിനുള്ളിൽ ഈ എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിന് കഴിയണം. അതാണ് കുറ്റപത്രത്തിൽ നിർണായകമാവുക. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രതിക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം ലഭിക്കും. അല്ലാതെ റഹീം ഒരിക്കലും പ്രതിയെ ജാമ്യത്തിൽ ഇറക്കാൻ എന്തായാലും ശ്രമിക്കില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. ഈ അഫാൻ രക്ഷപ്പെടാൻ ഒരു സാധ്യത, ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണോ പറഞ്ഞു വരുന്നത്? ഒരിക്കലും ഇല്ല. പ്രതിക്ക് സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. റഹീമായിട്ട് ഒരിക്കലും അഫാനെ പുറത്തേക്ക് ഇറക്കില്ല. അതെ, തെളിവുകൾ മതിയായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് പ്രതിക്കെതിരെ തെളിവുകൾ കറക്റ്റ് ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവിക ജാമ്യം പ്രതിക്ക്, അതായത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം പ്രതിക്ക് എന്തായിരുന്നാലും ലഭിക്കും. മാത്രമല്ല, അടുത്ത നിർണായക കടമ്പ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഷെമീന്റെ ഒരു മൊഴി എടുക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെയുള്ള വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഷെമിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും ഷെമിയുടെ വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ഷെമിയിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷെമിയിൽ നിന്ന് അറിയേണ്ടുന്ന ആ വിലപ്പെട്ട വിവരങ്ങൾ അതിലും നമ്മൾ ഉറ്റുനോക്കിയാണ്. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നിർണായകമായിട്ടും ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ബാധ്യത വന്നത് എന്ന് പോലീസിന് എന്തായിരുന്നാലും
അറിയേണ്ടി വരും, ചോദിച്ചറിയേണ്ടി വരും. അത്തരത്തിൽ എന്തായിരുന്നാലും ചോദ്യം ചെയ്യലുണ്ടാകും. കാരണം ഷമി പറഞ്ഞു റഹീം അറിയാതെ 35 ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എന്തിനായിരുന്നു എന്നൊക്കെ തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. പിന്നെ 3 ഘട്ടമായിട്ടാണ് തെളിവെടുപ്പ് നടന്നത്. അപ്പോൾ 3 ഘട്ടമായിട്ടാണ് കുറ്റപത്രം തയ്യാറാകുന്നത്. ആദ്യം സൽമാ ബീവിയുടെ താഴേക്കും സമർപ്പിക്കുക. അപ്പോൾ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയതിന് കാരണമായി പ്രതി പറയുന്നുണ്ട് മാല ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായത്. കാരണം വേറൊരു ബന്ധുവിന് സൽമാ ബീവിയുടെ കൈവശം 2 മാലകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു മാല മറ്റൊരു ബന്ധുവിന് കൊടുത്തു. അപ്പൊ അതാണ് കൂടുതൽ പ്രതിയെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ സൽമാ ബീവിയെ അതിനുവേണ്ടി മാത്രമാണോ കൊലപ്പെടുത്തിയത് എന്നതും നമുക്കറിയണം. പിന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും നിർണായകമായ ഒരു വ്യക്തി തന്നെയാണ് ആ ഓട്ടോ ഡ്രൈവർ അല്ലേ. കാരണം വീട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഓട്ടോയിലാണ് പോയത്. ഈ ഓട്ടോ ഡ്രൈവറും ഒരു ഭാഗവാക്കാകും ഈ കേസുമായി ബന്ധപ്പെട്ട്. ഒരു നിർണായക മൊഴി സാക്ഷി മൊഴി എന്നൊക്കെ അദ്ദേഹത്തിന്റെ മൊഴിയും നിർണായകമായി തന്നെ മാറില്ലേ? സാക്ഷി മൊഴി എന്ന് പറയാൻ ഈ ഒരു സംഭവങ്ങൾ കണ്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ വീട്ടിൽ നിന്നും അഫാന് ബൈക്ക് സ്റ്റാർട്ടാകാതിരുന്നപ്പോൾ ഓട്ടോ വിളിക്കുന്നു, ഓട്ടോയിൽ സ്റ്റേഷനിൽ എത്തുന്നു. ആ ഒരു സംഭവത്തിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. അന്ന് ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കൊലപാതകം നടത്തിയിട്ടാണ് ഈ പ്രതി അല്ലെങ്കിൽ അഫാൻ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് എന്ന് യാതൊരു ഇതുമില്ലായിരുന്നു. മൊബൈലൊക്കെ നോക്കി കൂളായിട്ടായിരുന്നു അഫാൻ ഇരുന്നത്. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. മാത്രമല്ല അഫ്സാൻ ഈ കുഴിമന്തി വാങ്ങിക്കാൻ പോയതും ഇതേ ഓട്ടോ ഡ്രൈവറുടെ കൂടെ തന്നെയാണ്, ഈ വണ്ടിയിലാണ്. അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ടല്ലോ ഇവര് യാത്ര ചെയ്യുന്നത് പകുതിയും ഓട്ടോയിൽ തന്നെയാണ്, മറ്റു വണ്ടികളെ ഇവർ ആശ്രയിക്കാറില്ല. തീർച്ചയായിട്ടും ഈ ഓട്ടോ ഡ്രൈവർ ഒരു നിർണായക ഘടകം തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടല്ലേ. അതെ, പിന്നെ അത് മാത്രമല്ല കുറച്ചുപേരൊക്കെ ഇപ്പം ഷമിക്കെതിരെ പരാതിയുമായിട്ടൊന്ന് വന്നിട്ടുണ്ട്. കാരണം വാങ്ങിച്ച പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതൊക്കെ ഒരു സ്ട്രോങ് എവിഡൻസ് ആവുന്ന ഒരു ഭാഗമാണ്. ഇത്തരത്തിൽ പലരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഈ കൊലപാതക ദിവസം നടന്ന ആ ഒരു സംഭവത്തില് ഏറ്റവും നിർണായകം ഷമിയും, അതായത് ഇപ്പൊ ജീവനോടെ ജീവിച്ചിരിക്കുന്ന ഷമിയുടെ മൊഴി, അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറുടെ മൊഴി, ഇതൊക്കെ വളരെ നിർണായകം തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഇത്രയും വിവരങ്ങളാണ് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്.